കുറച്ചധികം ദിവസങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം. എന്താണ് ഈ വിവാദങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ? ആരാണ് ഈ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്തൊക്കെയാണ് ഈ വ്യക്തിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ? ഇതാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏകദേശം 1200-ൽ പരം വരുന്ന ക്ഷേത്രങ്ങളുടെ പരിപാലന ചുമതലയുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ ബോർഡിന് കീഴിൽ വരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല ക്ഷേത്രം. 1998 സെപ്റ്റംബർ മുതൽ 1999 ജനുവരി വരെയുള്ള കാലയളവിനുള്ളിൽ ശബരിമല ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മേൽക്കൂര, പ്രധാന വാതിലുകൾ, ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ സ്വർണം പൊതിഞ്ഞു. ഇതിന് സ്പോൺസറായി എത്തിയത് UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ മല്യയാണ്. ഇതിനായി ഉപയോഗിച്ചതാകട്ടെ 30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോഗ്രാം ചെമ്പുമാണ്. നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന ചെന്നൈയിലെ JNR ജുവലറിയിലെ നാഗരാജന്റെ നേതൃത്വത്തിൽ 42 പേരടങ്ങുന്ന സംഘം സന്നിധാനത്ത് വെച്ച് 3.5 മാസം കൊണ്ട് സ്വർണം പൊതിഞ്ഞു. 1999 ഇതിന്റെ പണികൾ പൂർത്തിയാകുന്ന സമയം GK മേനോനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. 20 വർഷങ്ങൾക്ക് ശേഷം 2019 ശ്രീകോവിലിന്റെ വാതിൽ അടയുന്നില്ല എന്ന് തന്ത്രിമാർ അറിയിച്ചു. ഇതോടെ പുതിയ വാതിൽ നിർമ്മിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. അങ്ങനെ തേക്ക് തടിയിൽ ശ്രീകോവിലിനായി പുതിയ ഒരു വാതിൽ തന്നെ തീർത്തു. പുതിയ വാതിൽ സ്വർണം പൊതിയാൻ താൻ തയ്യാറാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അറിയിച്ചു. തുടർന്ന് ബോർഡിന്റെ അനുവാദത്തോടുകൂടി വാതിൽ സ്വർണം പൊതിയാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 5 പേർ ചേർന്നായിരുന്നു വാതിലിൽ സ്വർണം പൂശുന്നതിനുള്ള സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. ഈ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം വാതിലും കട്ടിളയും തിരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി ഉണ്ണികൃഷ്ണൻ പോറ്റി അമ്പത്തൂരിലെ ഫാക്ടറിയിലും നടൻ ജയറാമിന്റെ വീട്ടിലുമടക്കം പൂജകൾക്കായി എത്തിച്ചു എന്ന വിവരങ്ങളും ഇതിനിടെ പുറത്തു വന്നു. ശേഷം രഥഘോഷയാത്രയായി മാർച്ച് 11 എരുമേലി വഴി പമ്പയിലേക്ക് എത്തിച്ചു. പമ്പയിലെ സ്ട്രോങ് റൂമിൽ വെച്ച ശേഷം പിറ്റേന്നാണ് വാതിൽ സ്ഥാപിച്ചത്. വാതിൽ സ്വർണം പൂശിയതോടെ ദ്വാരപാലക ശില്പങ്ങളുടെ തിളക്കം കുറഞ്ഞെന്ന് പറഞ്ഞ് അവയും സ്വർണം പൂശി നൽകാമെന്ന നിർദ്ദേശം ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് വെക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ 2019 ജൂലൈ 7 ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളി അറ്റകുറ്റപ്പണി നടത്താൻ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കി. തുടർന്ന് ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുകയും ചെയ്തു. 2019 ജൂലൈ 20 സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ പാളികൾ 1 മാസവും 9 ദിവസവും കഴിഞ്ഞ് ആഗസ്റ്റ് 29 അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ എത്തിക്കുന്നത്. ശേഷം പാളികൾ 40 വർഷത്തെ ഗ്യാരണ്ടിയിൽ സ്വർണം പൂശി തിരിച്ച് സന്നിധാനത്തെത്തിച്ചു. അടിമുടി ദുരൂഹത നിറഞ്ഞ ഈ സ്വർണം പൂശൽ നടക്കുമ്പോൾ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറായിരുന്നു. ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾക്കൊപ്പമുള്ള പീഠങ്ങൾക്ക് 2020 ആയപ്പോഴേക്കും മങ്ങലേറ്റ് തുടങ്ങി. പുതിയ പീഠങ്ങൾ നിർമ്മിച്ചു നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തെ അറിയിക്കുകയും 2021 3 പവൻ സ്വർണം പൂശിയ 2 പീഠങ്ങൾ ശബരിമലയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇവ ദ്വാരപാലക ശില്പങ്ങളിൽ പിടിപ്പിച്ചുവെങ്കിലും അവ വലിപ്പ കൂടുതലാണ് എന്ന് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയിക്കുകയും അവ സ്ഥാപിക്കാതെ മാറ്റിവയ്ക്കുകയും ചെയ്തു. 2023 വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിൽ കേടുപാടുണ്ടെന്നും അറ്റകുറ്റപ്പണി നടത്തണമെന്നും അന്നത്തെ തന്ത്രി നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. യോഗ തീരുമാനത്തിന്റെ ഭാഗമായി 2025 ആഗസ്റ്റ് 23 തിരുവാഭരണ കമ്മീഷണർ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾക്ക് അറ്റകുറ്റപ്പണി ആവശ്യമുണ്ടെന്നും ചെന്നൈയിൽ അത് എത്തിച്ചു തരാമെന്നും ചെലവ് വഹിക്കാൻ തയ്യാറുണ്ടോ എന്നും ചോദിച്ച് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കത്തയച്ചു. ഇതിനു പിന്നാലെ ചെലവ് താൻ ഏറ്റെടുക്കാമെന്ന് കാട്ടി ആഗസ്റ്റ് 25 തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മറുപടി അയച്ചു. ഇതേ തുടർന്നാണ് ഈ സെപ്റ്റംബർ 7 സ്വർണ്ണപ്പാളികൾ ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. സെപ്റ്റംബർ 8 ദേവസ്വം ബോർഡിന്റെ ഈ പ്രവർത്തികൾക്കെതിരെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. സെപ്റ്റംബർ 9 ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ദ്വാരപാലക ശില്പപീഠങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിനെതിരെ സ്വമേധയാ ഹർജി സ്വീകരിച്ച ഹൈക്കോടതി സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കാൻ നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 10 സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഒരുക്കിയതായി ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു.
ഇതിനിടയിൽ 2021 ശബരിമലയിലേക്ക് സമർപ്പിച്ച ദ്വാരപാലക ശില്പപീഠങ്ങൾ ഇപ്പോൾ കാണാനില്ല എന്ന ആരോപണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ചു. സെപ്റ്റംബർ 10 ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്ത് ഹാജരാക്കാനും സ്വർണ്ണപീഠങ്ങൾ കണ്ടെത്താനും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസിനെ പീഠങ്ങൾ കണ്ടെത്തുന്നതിനായി നിയോഗിക്കുകയും ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 13, സെപ്റ്റംബർ 14 തീയതികളിൽ ദേവസ്വം വിജിലൻസ് ദേവസ്വം ബോർഡിന്റെ എല്ലാ സ്ട്രോങ് റൂമുകളിലും പരിശോധന നടത്തുകയും അവിടെ പീഠമില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് സെപ്റ്റംബർ 29 ശബരിമലയിൽ ലഭിക്കുന്ന സ്വർണത്തിന് കണക്കും രജിസ്റ്ററുമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി സ്ട്രോങ് റൂം പരിശോധിക്കാനും കണക്കെടുപ്പ് നടത്താനും നിർദ്ദേശിച്ചു. മേൽനോട്ടത്തിനായി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരനെയും നിയോഗിച്ചു. സെപ്റ്റംബർ 30 ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാതായി എന്ന് ആരോപിച്ച സ്വർണം പൂശിയ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിൽ നിന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. കൂടാതെ 2019 സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പപാളികൾ 42.8 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നെന്നും എന്നാൽ അവ തിരികെ സന്നിധാനത്തേക്ക് എത്തിക്കുമ്പോൾ 4.51 കിലോഗ്രാം കുറവുണ്ടെന്നും കോടതി കണ്ടെത്തി. മൊഴികളുടെയും ഈ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഈ വിഷയത്തിൽ ദേവസ്വം വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി. ശേഷം ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാർ ഹൈക്കോടതിയിൽ ഒരു മുദ്രവെച്ച കവറിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനിടയ്ക്ക് ശബരിമലയിൽ നിന്നും തന്റെ പക്കൽ 2019 അറ്റകുറ്റപ്പണികൾക്കായി തന്നുവിട്ടത് ചെമ്പുപാളികളായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകി. ഈ മൊഴികളും വിജിലൻസിന്റെ കണ്ടെത്തലുകളും പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഇപ്പോഴിതാ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വലിയ വ്യവസായികളായ ഭക്തരുടെയും വിശ്വാസം നേടിയെടുക്കാനായ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ കിളിമാനൂരിനടുത്തുള്ള പുളിമാത്ത് സ്വദേശിയാണ്. ഇദ്ദേഹം ബംഗളൂരു കോറമംഗലക്കടുത്തുള്ള ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ടാണ് കർണാടകയിലെത്തിയത്. 8 വർഷം മുമ്പ് മണ്ഡലകാലത്ത് കീഴ്ശാന്തിയുടെ സഹായികളായ പരികർമ്മികളിൽ ഒരാളായാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ കാലയളവിൽ കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ധനികരായ അയ്യപ്പന്മാരുമായി സൗഹൃദത്തിലായി. തുടർന്ന് ശബരിമലയിലെത്തുന്ന ധനികരായ ഭക്തർക്ക് വില കൂടിയ സമർപ്പണങ്ങൾ നടത്താനുള്ള ഇടനിലക്കാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയതോടെ ഇദ്ദേഹം സ്പോൺസർ പോറ്റി എന്ന പേരിൽ ഇതര സംസ്ഥാനത്തുള്ളവർക്കിടയിൽ അറിയപ്പെട്ടു. ഇത്തരത്തിൽ ധനികരിൽ നിന്ന് പണം സമാഹരിച്ചുള്ള ഒരു സ്പോൺസർഷിപ്പായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലെന്നും വിവരമുണ്ട്. അതിനുദാഹരണമാണ് ബംഗളൂരുവിൽ വ്യവസായിയായിരുന്ന അജികുമാർ ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ 35 ലക്ഷം രൂപ മുടക്കിയെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ അനിലിന്റെ സാക്ഷ്യപ്പെടുത്തൽ. അതോടൊപ്പം സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടികളുടെ ഭൂമി ഇടപാടും പണപ്പിരിവുമുണ്ടെന്ന് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുമുണ്ട്. 2020-2025 കാലയളവിലെ ഇദ്ദേഹത്തിന്റെ ഇടപാടുകളിലാണ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നത്. 3 വർഷത്തിനുള്ളിൽ മാത്രം 30 കോടിയിലധികം രൂപയുടെ ഭൂമി കച്ചവടം നടത്തി. ബംഗളൂരുവും തിരുവനന്തപുരവും കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഇടപാടുകൾ നടത്തിയത്. 2022 തിരുവനന്തപുരം നാലാഞ്ചിറയിൽ ഇദ്ദേഹം 1 കോടിയിലധികം രൂപയ്ക്ക് വാങ്ങിയ വീട്ടിൽ നിന്നും വാടകക്കാർ ഇറങ്ങാത്തതിനെ തുടർന്ന് ആ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് കാറ് കത്തിച്ച സംഭവം വരെ ഉണ്ടായി. ഇത് സംബന്ധിച്ച് മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ കേസ് വരെയുണ്ട്. ബംഗളൂരുവിൽ ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുന്നത് ഇയാളുടെ മറ്റൊരു വരുമാന മാർഗമാണ്. കൊള്ളപ്പലിശയ്ക്ക് പണം നൽകി തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഭൂമി സ്വന്തം പേരിലാക്കുന്ന രീതിയുമുണ്ട്. നെയ്യാറ്റിൻകര കോടതിയിൽ ഇത്തരമൊരു കേസും ഇദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ വിശ്വാസികളായ സമ്പന്നരിൽ നിന്ന് മറ്റ് മാർഗങ്ങളിലൂടെയും ഇദ്ദേഹം പണം പിരിച്ചിരുന്നു. ഒരു ദിവസത്തെ അന്നദാനത്തിന് ദേവസ്വത്തിലടക്കേണ്ട തുക 6 ലക്ഷമാണ്. എന്നാൽ ഇദ്ദേഹം തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇതിന്റെ പേരിൽ 2 ഇരട്ടി തുക വിശ്വാസികളിൽ നിന്നും സമാഹരിച്ചിരുന്നതായാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം. ഒപ്പം വിവിധയിടങ്ങളിലെ ഭക്തരിൽ നിന്ന് നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകുന്നതിൽ വ്യാപക പണപ്പിരിവ് നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ 10,001 നെയ്ത്തേങ്ങകൾ ശബരിമലയിൽ എത്തിച്ചെന്നാണ് സൂചന. പമ്പയിൽ നിന്ന് ട്രാക്ടറുകളിലാണ് ഇവ സന്നിധാനത്തെത്തിച്ചിരുന്നത്. അഭിഷേകം നടത്തി പ്രസാദം ഭക്തർക്ക് നൽകുന്നത് വഴി ലക്ഷക്കണക്കിന് രൂപയാണ് പിരിച്ചത്. ആചാരപ്രകാരം നെയ്ത്തേങ്ങകൾ എത്തിക്കേണ്ടത് ഇരുമുടിക്കെട്ടുകളിലാണ്. ഇത് ലംഘിച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ 2023 ദേവസ്വം ബോർഡ് ഇടപാട് വിലക്കി.
ഇതര സംസ്ഥാനങ്ങളിലെ അയ്യപ്പന്മാരെ വിശ്വസിപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചത് സന്നിധാനത്തെയും ദേവസ്വം ബോർഡിലെയും ബന്ധങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ദേവസ്വം മന്ത്രിമാർ തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങളുമാണ്. കൂടാതെ ഒരു മാസം മുമ്പ് പോലീസ് ആസ്ഥാനത്തെത്തി ADGP ശ്രീജിത്തിനെ ഇയാൾ പൊന്നാടണിയിക്കുകയും ചെയ്തിരുന്നു. വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്കൊപ്പമാണ് ഇദ്ദേഹം അന്ന് എത്തിയത്. വിവാദങ്ങളും ദുരൂഹത നിറഞ്ഞ ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ഗുരുതരമായ ചോദ്യങ്ങൾ കൂടിയാണ് ഉയർത്തുന്നത്. 2019 ദ്വാരപാലക ശില്പപാളികൾ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയി തിരികെ വരുമ്പോൾ എങ്ങനെയാണ് 4.51 കിലോഗ്രാം ഭാരം കുറഞ്ഞത്? 2019 തന്റെ കയ്യിൽ അറ്റകുറ്റപ്പണികൾക്കായി തന്നുവിട്ട ദ്വാരപാലക ശില്പപാളികൾ ചെമ്പായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ 1999 UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ മല്യ പൊതിഞ്ഞ സ്വർണം എവിടെ പോയി? 2019 ശ്രീകോവിലിലെ വാതിലിൽ സ്വർണം പൂശാനായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ശേഷം അത് പലയിടങ്ങളിലായി പ്രദർശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് അനുവാദം നൽകിയിരുന്നു. പുതിയ സ്വർണ്ണവാതിൽ സ്ഥാപിച്ച് 3 മാസത്തിനുള്ളിൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് അറ്റകുറ്റപ്പണി നടത്തേണ്ട വിധത്തിലുള്ള തകരാർ കണ്ടെത്തിയത് ആരാണ്? ദ്വാരപാലക ശില്പപീഠങ്ങൾ തന്റെ പക്കൽ ബന്ധുവീട്ടിൽ ഉണ്ടായിരുന്നിട്ടും അത് കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചതിന്റെ കാരണമെന്ത്? ശബരിമലയിലേക്ക് സമർപ്പിച്ച പീഠങ്ങൾ പിന്നെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമെത്തി? ദേവസ്വം മാനുവൽ പ്രകാരം ക്ഷേത്രത്തിൽ ചാർത്തിയിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അത് ക്ഷേത്ര സമുച്ചയത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. കൂടാതെ പകൽ വെളിച്ചത്തിൽ ക്ഷേത്ര സവിധത്തിൽ വെച്ച് കോടതിയുടെ അനുമതിയോടെ പണികൾ നടത്താൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയും നിലനിൽക്കുമ്പോൾ ഇത് എങ്ങനെയാണ് അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്? ഹൈക്കോടതി ശബരിമലയിലേക്ക് സ്പെഷ്യൽ കമ്മീഷണറെ നിയോഗിച്ച അന്ന് മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് നടപടിയും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുകയും അദ്ദേഹം അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ഇത് ലംഘിച്ച് 2025 അറ്റകുറ്റപ്പണികൾക്കായി ദ്വാരപാലക ശില്പപാളികൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ആരുടെ തീരുമാനമാണ്? ഇങ്ങനെ ഉത്തരം കിട്ടാത്തതും അവസാനിക്കാത്തതുമായ ഒരു കൂട്ടം ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ അവശേഷിക്കുന്നത്. കോടതി ഇടപെടലിലെങ്കിലും ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.